വന്നപ്പോ ഒരു വലിയ ഹെലികോപ്റ്റർ ഉണ്ട്. അത് കെട്ടിടത്തിന് മോളിൽ ഇരിക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. ഡിസംബർ 12-നാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി കൽക്കട്ടയിൽ നിന്നും ഡൽഹിയാക്കി. പഠിച്ച് വലിയ ആളായി ജോലിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വിമാനത്തെ കയറാട്ടോ. ലസാർസ്വേഡിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ചെറിയ ഒരു പാചകവും അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അമ്മ, ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോ ഒരു വലിയ ഹെലികോപ്റ്റർ ഉണ്ട്. അത് കെട്ടിടത്തിന് മോളിൽ ഇരിക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. ഇതെന്നാ അമ്മ, തെർമോക്കോളാണോ? അയ്യോ അല്ല, ഇത് ചൗരി. നമുക്ക് വൈകുന്നേരത്തേക്ക് വല്ലതും ഉണ്ടാക്കണ്ടേ? ഇത് വെള്ളം ഒഴിച്ചിങ്ങനെ 2-3 തവണ കഴുകിയിട്ട് നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കണം. അമ്മ, നമുക്ക് ഒരു ദിവസം ഹെലികോപ്റ്ററിൽ പോടാ. എന്നിട്ട് അതിന് മുകളിൽ നമ്മുടെ അമ്പലവും സ്കൂളും എല്ലാം കാണണം. ഹെലികോപ്റ്ററിലൊക്കെ പോകുന്നതേ ഒരുപാട് പൈസ ഉള്ളവരാ. നമുക്ക് അതിനൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇന്നാൾ അച്ഛയുടെ കൂട്ടുകാരൻ പോയതോ? അച്ഛയുടെ കൂട്ടുകാരനല്ലേ ഹെലികോപ്റ്ററിലല്ലോ പോയത്, പിന്നെ വിമാനത്തിലല്ലേ പോയത്. അമ്മ, ഇന്ന് നമുക്ക് അച്ഛയോട് പറഞ്ഞിട്ട് ഞായറാഴ്ച വിമാനത്തെ കയറാൻ പോയാലോ? ഞായറാഴ്ചയോ? ആ കടല ഇങ്ങെടുത്തേ മോനെ. എനിക്കും പുറത്തേമ്മ തരണേ. തരാലോ. നമുക്ക് ഞായറാഴ്ച പോകണേ. അയ്യോ, ഞായറാഴ്ച ഒന്നും പോകാൻ പറ്റുകയല്ല. ആ വിമാനത്തെ കറങ്ങാലും പൈസ വേണം. കുഞ്ഞ് പഠിച്ച് വലിയ ആളായി ജോലിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വിമാനത്തെ കയറാട്ടോ. എന്താ പറഞ്ഞാലും അമ്മ ഇങ്ങനെ ഞാൻ വലുതാട്ടെ എന്ന് പറഞ്ഞിരിക്കും. കുഞ്ഞിനറിയാവോ, പണ്ടേ റൈറ്റ് സഹോദരങ്ങളുമായിട്ട് 2 പേരുണ്ടായിരുന്നേ, വിൽബർ റൈറ്റും ഓർബിൾ റൈറ്റും. അമേരിക്കക്കാരായ അവരെ ഒരു ഡിസംബർ 17-നാണ് വിമാനം ആദ്യമായിട്ട് പറത്തിയത്. അന്ന് 120 ഫീറ്റിൽ വെറും 11 സെക്കൻഡ് നേരത്തേക്ക് വിമാനം പറത്തി. ഇതിനകത്ത് നമ്മളിനി ബാക്കിയൊക്കെ ചെയ്യാൻ പോണേട്ടോ. ജീരകം ഇടും. എന്നിട്ട് അത് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ 2 പച്ചമുളക് വെച്ചിട്ടുണ്ട്, അതങ്ങിടും. അപ്പൊ നല്ല എരിവല്ലേ? വലിയ എരിവൊന്നുമില്ല. അത് മൂക്കട്ടാട്ടോ. അത് കഴിയുമ്പോൾ ഇഞ്ചി ചതച്ച് വെച്ച് കുഞ്ഞൊന്നും ചതച്ചില്ലേ, ആ ഇഞ്ചിയാ. ഇതൊക്കെ ആഴത്തിങ്ങെടുത്തേ മോനെ. ഇനി ഇതിവിടെ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് വരണ്ട് പറ്റാട്ടോ. വിമാനം പറത്തിയ ചേട്ടന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അവർക്ക് മരിച്ചു പോയില്ലേ, ഒക്കെ വർഷങ്ങൾക്ക് മുമ്പല്ലേ. ഇനി അമ്മ കുഞ്ഞിനോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഒരു കിസ് ചോദ്യം, ഒറ്റ ചോദ്യം മാത്രം. ഒരു സെക്കൻഡ് ഈ തക്കാളി ഇട്ട് കൊടുക്കട്ടെ. ചോദിക്കട്ടെ, ഇനി ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ഏതാ? ആ, കുഞ്ഞറിയായിരുന്നോ? അതിപ്പോഴാണ് ഡൽഹി കേട്ടോ. പണ്ട് ഡൽഹി അല്ലായിരുന്നു, പണ്ട് കൽക്കട്ടയായിരുന്നു. നമുക്കിതിലേക്ക് കുറച്ച് കരിയാപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കാം. ആ ഉപ്പും കൂടെ ഇങ്ങെടുത്തോ മോനെ. 1911 ഡിസംബർ 12-നാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി കൽക്കട്ടയിൽ നിന്നും ഡൽഹിയാക്കി മാറ്റിയത് കേട്ടോ. ആണല്ലേ? ഇനി ഇതും കൂടെ ഇട്ട് കൊടുക്കും. ഈ ഉരുളക്കിഴങ്ങ് പച്ചക്ക് ഇങ്ങനെ പുഴുങ്ങി തിന്നാൻ പറ്റുമോ? പിന്നെ അതിനെന്താ, തിന്നാലോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ച ആ ചൗരിയില്ലേ, അതൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല കണ്ടല്ലേ? അതും കൂടെ നമുക്ക് ഈ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല മുത്തു പോലെ അല്ലേ? ഇനി കൂടെ കടല ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയില്ലേ, അതും കൂടെ അങ്ങിട്ട് കൊടുക്കണം. ഇപ്പം റെഡിയാകും. ഇച്ചിരി നേരം ആവി കയറിയാൽ മതി. അപ്പോൾ ആ ചൗരിയൊക്കെ വെന്ത് വരും. ഇനി അമ്മ കൊച്ചുകൊണ്ട് ഒരു ക്രിസ്റ്റി പിടിച്ച് വെക്കട്ടെ.
ചൗരി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. ഇതിൻ്റെ രുചി കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു ചെറിയ മധുരവും ഉപ്പും പുളിയും എരിവും ഒക്കെ കൂടിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസുകൾ രേഖപ്പെടുത്താനും കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.